ഹലോ, ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എൻകെയ്ക്കും ശ്രുതിക്കും ആ ഒരു പാസ്വേഡ് കിട്ടിയതിന് ശേഷം ആ ലാപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ട് കുറെ കള്ള ബില്ല് നമ്മുടെ അശ്വിന്റെ പേരിൽ ഉണ്ടാക്കി അയച്ചു കൊടുത്ത് പൈസയൊക്കെ കുറെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ശ്യാം. അതിനൊക്കെ പുറമെ പിന്നാലെ നമ്മുടെ അശ്വിന് എന്തെങ്കിലും സംഭവിച്ചാൽ അശ്വിന്റെ എല്ലാ സകല സ്വത്തുക്കൾക്കും താനായിരിക്കും അവകാശി എന്നൊരു പത്രം കൂടി നമ്മുടെ ശ്യാം തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ അശ്വിനെ കൊണ്ട് നമ്മുടെ ശ്രുതി വഴി ഒരു പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചത്. അങ്ങനെ കുറെ ഭയങ്കര ഗാഢമായിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെയാട്ടോ നമ്മുടെ ശ്യാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പിന്നാലെ നമ്മുടെ ശ്യാം ഒരു കഴുത്തിലൊരു മാല ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഒരു പെൺഡ്രൈവിന്റെ ഇത്. അപ്പൊ നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശ്യാമേട്ടി കഴുത്തിൽ ഈ മാല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ശ്രുതി അമ്പലത്തിൽ നിന്ന് പൂജിച്ച് എല്ലാവർക്കും കൊണ്ടുവന്നതാ, അതാ ഞാൻ കഴുത്തിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പുന്നുണ്ടേ. ശേഷം നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ മാത്രമേ ശ്യാമിന്റെ കയ്യിൽ നിന്ന് അശ്വിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ തന്നെ നമ്മുടെ ശ്രുതി ശ്യാമിനോട് സ്നേഹമാണെന്നുള്ള രീതിയിൽ അഭിനയിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഉള്ളയായ വാക്കുകൾ സ്നേഹം പറഞ്ഞാൽ മാത്രം മതിയോ? എനിക്കറിയാം നിങ്ങൾക്ക് ഒരിക്കലും അഞ്ജലി ചേച്ചി ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഞ്ജലി ചേച്ചി എത്രയും വേഗം ഡിവോഴ്സ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ശ്യാമിനെ വിട്ടയക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നത്, ശ്യാമിനോട് പറയുന്നത് നമ്മുടെ മനോരമ കേൾക്കുന്നുണ്ട്. അപ്പൊ മനോരമയുടെ കണ്ണിൽ ഇനി ആരായിരിക്കും ശത്രു? ശ്രുതി ആയിരിക്കും ശത്രു അല്ലെ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.